സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വാദത്തിന് താൽപ്പര്യമില്ലെന്ന് ഇഡിയോട് സുപ്രീം കോടതി. കേസിലെ വാദം കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് മാറ്റണമെന്ന ഇഡിയുടെ ഹർജിയിലാണ് വിമർശനം. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, വളരെ നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ പലവട്ടം ഇഡി കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡി കേരളത്തിൽ അടക്കം നടത്തിയ കോലാഹലങ്ങൾ. ഈ കേസ് ചെന്നെത്തി നിൽക്കുന്ന സ്വർണ്ണക്കടത്ത് കേന്ദ്ര സർക്കാരിലും BJP-യിലുമാണെന്ന് വരുമ്പോഴാണ് ഇഡിയുടെയും മെല്ലപ്പോക്ക്. കൃത്യമായി സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു, അതാണ് വിമർശനം. തീർച്ചയായും സിജു, നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ വലിയ കോലാഹലം സൃഷ്ടിച്ചിരുന്ന ഒരു കേസ് കൂടിയാണ്. ഈ കേസിലാണ് വിചാരണ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഈ കേസിൻ്റെ എല്ലാ വാദങ്ങളും, അതായത് ഇതിൻ്റെ സത്യവാങ്മൂലമെല്ലാം തന്നെ പൂർത്തിയാക്കുകയും വാദങ്ങളും പൂർത്തിയാക്കി ഇനിയിപ്പോൾ അന്തിമ വാദത്തിലേക്ക് കടക്കുകയാണ്. ഈ അന്തിമ വാദത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇതുവരെയും ഇഡിയുടെ അഭിഭാഷകൻ ഹാജരാകുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 5ാം തവണയാണ് തുടർച്ചയായി ഇഡിയുടെ അഭിഭാഷകൻ സോളിസിറ്റർ ജനറലായ SP രാജു ഹാജരാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇർഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വാദം മാറ്റണമെന്ന ഇഡിയുടെ ഈ ഒരു ആവശ്യത്തിൽ ഇപ്പോൾ താല്പര്യമില്ല, വാദത്തിന് താല്പര്യമില്ല എന്ന ചോദ്യം ഇപ്പോൾ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ 6 ആഴ്ച മുൻപ് ഈ കേസ് പരിഗണിച്ചപ്പോഴും സമാനമായ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇഡിക്ക് ഉണ്ടാകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്നത്തേക്ക് കേസ് മാറ്റിയത്. ഇന്നിപ്പോൾ ഈ കേസ് വീണ്ടും 6 ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രമുഖ അഭിഭാഷകനായ കപിൽ സിബലാണ് ഹാജരായത്. കപിൽ സിബൽ പലതവണ അദ്ദേഹം പറയുകയും ചെയ്തു, പലതവണയായി ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുകയാണ്, ഇഡിയുടെ അഭിഭാഷകൻ വാദത്തിന് തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നമുക്കറിയാം, അന്ന് കർണാടക ഭരിക്കുന്നത് BJP സർക്കാരായിരുന്നു. ഇന്നിപ്പോൾ അവിടെ പിന്നീട് ഭരണം മാറി, ഇന്ന് കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിൽ. എന്തായാലും ഇപ്പോൾ BJP-യോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇതിനുവേണ്ടി യാതൊരുവിധ താല്പര്യം കാണിക്കുന്നില്ല എന്ന് വേണം പറയാൻ. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെല്ലാം നിലയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവരെ പ്രതിപട്ടികയിൽ നിർത്തുന്ന രീതിയിലെല്ലാം നിലയും വലിയ കോലാഹലം സൃഷ്ടിച്ച ഒരു കേസാണ് സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിൽ വാദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നീതി ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇഡി ഇത്തരത്തിൽ കർണാടകയിലേക്ക്, തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിലേക്ക് വാദം മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ ആ കേസിൽ അന്തിമവാദം നടക്കാനിരിക്കെ ആ അന്തിമവാദത്തിന് വേണ്ടി യാതൊരു താല്പര്യവും ഇഡി കാണിക്കുന്നില്ല. മാത്രമല്ല, തുടർച്ചയായി ഇഡിയുടെ അഭിഭാഷകൻ ഹാജരാകാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വാദത്തിന് താല്പര്യമില്ല എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സിജു, ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് വാദം കേൾക്കാൻ താല്പര്യമില്ല എന്ന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. പല ഘട്ടങ്ങളിൽ ഇഡിക്ക് വേണ്ടി അഭിഭാഷകൻ കൂടി ഹാജരാകാത്ത സാഹചര്യം മുൻപ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.